ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ടൂസ് അക്കാഡമി. എല്ലാവർക്കും സുഖമല്ലേ? HSSC കൊമേഴ്സ് എക്സാംസിൻ്റെ അവസാനഘട്ട പ്രിപ്പറേഷൻസിലായിരിക്കും എല്ലാവരും. നിങ്ങൾക്ക് ഏവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനുമായിട്ടാണ് ഇന്ന് ടൂസ് അക്കാഡമി എത്തിയിട്ടുള്ളത്. ഫൈനൽ വാർ റിവിഷൻസ് 90 ഡേയ്സിൽ HSSC കൊമേഴ്സ് എക്സാംസിൻ്റെ പ്രോബ്ലം ഏരിയാസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സ്റ്റഡി പ്ലാനർ. ഓൾറെഡി തിയറി പോർഷൻസ് കവർ ചെയ്യുന്ന സ്റ്റഡി പ്ലാനർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏവരും ആ ഒരു വീഡിയോ സെഷൻ കൂടി കാണുക. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിലും, പ്രത്യേകിച്ചും കൊമേഴ്സിൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ തിയറി ആൻഡ് പ്രോബ്ലം രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ അതുകൊണ്ട് തന്നെയാണ് തിയറി ഏരിയാസും പ്രോബ്ലം ഏരിയാസും സെപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഈ സ്റ്റഡി പ്ലാനർ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യാവസാനം വരെ കാണുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ കവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ ആദ്യത്തെ 3 കാര്യങ്ങൾ, അതായത് മൊഡ്യൂൾ 5, മൊഡ്യൂൾ 6, മൊഡ്യൂൾ 10, ഈ 3 മൊഡ്യൂളിൻ്റെയും പ്രോബ്ലമാറ്റിക് ഏരിയാസ് ഏതൊക്കെയാണ്, അതിൽ നിന്നും ഏതൊക്കെ തരം ചോദ്യങ്ങളാണ് മുൻതവണകളിൽ ചോദിച്ചിട്ടുള്ളത്, അതിൻ്റെ എക്സ്പ്ലനേഷൻസും ഡീറ്റെയിൽസും തരികയും അതിനോടൊപ്പം നമ്മൾ എത്ര ദിവസമാണ് അതിനു വേണ്ടി നീക്കി വെക്കേണ്ടതെന്നും തുടങ്ങിയ കാര്യങ്ങളും, അതിനോടൊപ്പം ഈ 3 മൊഡ്യൂളുകളുടെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളും ഇതിനെക്കുറിച്ചൊക്കെ ഒരു വിശദീകരണം നിങ്ങൾക്ക് തരുന്നത് അഖില മിസ് ആയിരിക്കും. ഓക്കെ, ബാക്കി 3 മൊഡ്യൂളുകൾ, അതായത് മൊഡ്യൂൾ 1, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4, ഇതിനകത്ത് വരുന്ന പ്രോബ്ലമാറ്റിക് ഏരിയാസും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് ഞാനായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം 4 മൊഡ്യൂളുകൾ അഖില മിസ്സും ബാക്കി 3 കാര്യങ്ങൾ ഞാനുമാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഇന്നത്തെ സെക്ഷനിൽ. ഓക്കെ, മൊഡ്യൂൾ 5 കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. നമ്മൾ എത്രയൊക്കെ പ്രിപ്പയർ ചെയ്താലും ചില ഹിഡൻ ഏരിയാസ്, അതായത് സിലബസിൽ പറയാതെ പറയുന്ന ചില ഏരിയാസ് ഉണ്ട്. ഈ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടാണ് എല്ലാ എക്സാമിൻസിനും ചോദിക്കാറുള്ളത്. മൊഡ്യൂൾ 5 കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് തിയറി അതുപോലെ പ്രോബ്ലം ഇവയ്ക്ക് രണ്ടിനും തുല്യ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മിനിമം ഒരു 15 ഡേയ്സ് എങ്കിലും മൊഡ്യൂൾ 5-ലെ പ്രോബ്ലംസ് ഏരിയാസ് മാത്രം കവർ ചെയ്യാനായിട്ട് നിങ്ങൾ മാറ്റിവെക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, മെറ്റീരിയൽ ലേബർ ഓവർഹെഡ്സ്, അതായത് എലമെന്റ്സ് ഓഫ് കോസ്റ്റ്. ഇവിടെ മെറ്റീരിയൽ കോസ്റ്റിനകത്ത് വരാൻ സാധ്യതയുള്ള പ്രോബ്ലം ഏരിയാസ് ആണ് റീഓർഡർ ലെവലിൻ്റെ കാൽക്കുലേഷൻസ്, അതേപോലെ തന്നെ എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി, വാല്യൂഷൻ ഓഫ് മെറ്റീരിയൽ ഇഷ്യൂ തുടങ്ങിയിട്ടുള്ളവ. അതേപോലെ തന്നെ ഇനി ലേബർ കോസ്റ്റിലേക്ക് വരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതാണ് മെത്തേഡ്സ് ഓഫ് വേജ് പേയ്മെൻറ്റ്, അതേപോലെ തന്നെ പീസ് റേറ്റ് സിസ്റ്റം, ടൈം റേറ്റ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ളവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേരിയസ് പ്ലാൻസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസും ഒക്കെ തന്നെ മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ സെറ്റ് എക്സാമിനാണെങ്കിലും ഹാർസിവെയർ പ്ലാൻ, അതേപോലെ തന്നെ ഹാർസി പ്രീമിയം പ്ലാൻ, റൊവാൻ പ്ലാൻ, ഇതൊക്കെ തന്നെ നിരന്തരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ലേബർ ടേൺ ഓവർ കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. ഇനി ഓവർ ഹെഡ്സിലേക്ക് വരുമ്പം തന്നെ പലതരത്തിലുള്ള ഓവർ ഹെഡ്സ് ഉണ്ട് അല്ലേ? സോ ഇതിലെ ഓരോ ഓവർ ഹെഡ്സും എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. ഇനി ഈ ഓവർ ഹെഡ്സിൻ്റെ ഏരിയാസ് കഴിഞ്ഞാൽ വരാൻ സാധ്യതയുള്ള ഒന്നാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പ്രോസസ് കോസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ, അതുപോലെ ഇന്റർ പ്രോസസ് പ്രോഫിറ്റ് കാൽക്കുലേഷൻസ്, ഇൻ വർക്കിംഗ് പ്രോഗ്രസ് തുടങ്ങിയിട്ടുള്ള പോർഷൻസും പ്രധാനമായിട്ടും പ്രോബ്ലംസ് ഉൾപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 5-ൽ നിന്നും ലാസ്റ്റ് എക്സാംസ് ആയിട്ടുള്ള NVT കൊമേഴ്സ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ഫസ്റ്റ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് അബ്നോർമൽ പ്രോസസ് ലോസ്, അതായത് ആക്ച്വൽ ലോസിനേക്കാൾ കൂടുതലാണ് നോർമൽ ലോസ് എന്നുണ്ടെങ്കിൽ അത് അബ്നോർമൽ പ്രോസസ് ലോസ് എന്നും, അതേപോലെ തന്നെ ഡാഷ് റെഫേഴ്സ് ടു ദി എമൗണ്ട് ബൈ വിച്ച് സെയിൽസ് റവന്യൂ ക്യാൻ ഫോൾ ബിഫോർ എ ലോസ് ഈസ് ഇൻക്വയർഡ്, ആൻസർ ആയിട്ട് വരുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റിയുമാണ്. അപ്പോൾ ഈ അബ്നോർമൽ പ്രോസസ് ലോസ്, അതുപോലെ തന്നെ മാർജിൻ ഓഫ് സേഫ്റ്റി, കോൺട്രിബ്യൂഷൻ, ബ്രേക്ക് ഈവൻ പോയിന്റ്, ഇതിൻ്റെ എല്ലാം കാൽക്കുലേഷൻസ് പഠിക്കുമ്പോൾ തന്നെ അവിടെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ടാകും. അതായത് ഈ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തിയറി ഏരിയാസും നിങ്ങൾക്ക് കുറെ കൂടിയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ ഉപരി ഈ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തിയറിയും പ്രോബ്ലവും ഒരുപോലെ തന്നെ പഠിച്ചു പോകാൻ പറ്റും. അപ്പോൾ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ
പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സെറ്റ്, നെറ്റ്, അതേപോലെ തന്നെ കൊമേഴ്സിന്റെ കോമ്പറ്റീറ്റീവ് ആൻഡ് ടീച്ചിങ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് കൂടി റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ സെറ്റ് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ദെൻ അടുത്ത ഈ തന്നിട്ടുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാസ്റ്റ് നടന്ന HSST കൊമേഴ്സ് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ലേബർ കോസ്റ്റിന്റെ ഏരിയയിൽ നിന്നുമാണ്. അതായത് ഇവിടെ വേജ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അതും ഹാൾസി പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഹോൾസെയിൽ പ്ലാൻ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് വേജ് പേബിൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. NVT കൊമേഴ്സ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്താൽ വേരിയൻസ് അനാലിസിസിന്റെ ഒരു തിയറി ഏരിയാസ് ആണ് വന്നിരുന്നത്. സോ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഈ ഒരു വേരിയൻസ് അനാലിസിസിന്റെ കേസിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ലേബർ, മെറ്റീരിയൽ, അതേപോലെ തന്നെ ഓവർഹെഡ്സ്, ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വേരിയൻസ് ഉണ്ട്. അതിൽ ഓരോന്നിന്റെയും കാൽക്കുലേഷൻസ് കറക്റ്റ് അറിഞ്ഞിരിക്കുക, ഫോർമുലാസ് കറക്റ്റ് പഠിച്ചു വരിക. ബിക്കോസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മൊഡ്യൂൾ 6 കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. അവസാനം നടന്ന HSST കൊമേഴ്സ് എക്സാംസിന് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആൻഡ് റിപ്പോർട്ടിങ്ങിന് പകരം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അതിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ട്രയൽ ബാലൻസ് അങ്ങനെയുള്ള ഏരിയാസ് ആണ് വന്നിട്ടുള്ളത്. ഫൈനൽ അക്കൗണ്ട് ഏരിയാസ് ഒക്കെയാണ് വന്നിരുന്നത്. എന്നാൽ ഈ കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആൻഡ് റിപ്പോർട്ടിംഗിൽ തിയറിക്കും പ്രോബ്ലത്തിനും തുല്യ പ്രാധാന്യമാണെങ്കിൽ കൂടിയും കുറച്ചുകൂടി തിയറിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ളത്. അപ്പോൾ ഇവിടെ കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രത്യേകിച്ചും പ്രോബ്ലം ഏരിയാസ് എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് ക്ലെയിം അക്കൗണ്ട്സ്, അതായത് ഇൻഷുറൻസ് ക്ലെയിമുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന അക്കൗണ്ടുകൾ, അതേപോലെ തന്നെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്, അതിലെ ഓരോ ഐറ്റവും അറിഞ്ഞിരിക്കണം, പ്രത്യേകിച്ചും മൈനോറിറ്റി ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻസ് എല്ലാം തന്നെ, ആൻഡ് പർച്ചേസ് കൺസിഡറേഷന്റെ കാൽക്കുലേഷൻസ്, മെത്തേഡ് ഓഫ് അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷൻ. ഈ അമാൽഗമേഷന്റെ കേസിലൊക്കെ തന്നെ ജേർണൽ എൻട്രീസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ജേർണൽ എൻട്രി ഉൾപ്പെടെ അറിഞ്ഞിരുന്നാൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. കാരണം ഇപ്പോൾ നടന്നിട്ടുള്ള PSC എക്സാംസിലൊക്കെ തന്നെ, അതായത് കൊമേഴ്സിന്റെ കോമ്പറ്റീറ്റീവ് എക്സാംസിലൊക്കെ തന്നെ ജേർണൽ എൻട്രീസ് ചോദിക്കാറുണ്ട്. ദെൻ ലിക്വിഡേഷൻ ഓഫ് കമ്പനീസിന്റെ കേസിലും കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലെ പോലെ തന്നെ ഇൻഡിവിജ്വൽ ഐറ്റത്തിന്റെ കാൽക്കുലേഷൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയ്ക്കും അത്യാവശ്യം പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഇൻകംപ്ലീറ്റ് വോയേജ് ആണ് പിന്നീട് ഒരു പ്രോബ്ലം ആസ്പെക്റ്റിൽ വരാൻ സാധ്യതയുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് നടന്ന NVT കൊമേഴ്സ് എക്സാംസിന് മൊഡ്യൂൾ 6 നിന്നും വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പർച്ചേസ് കൺസിഡറേഷന്റെ കാൽക്കുലേഷന്. അതായത് ഈ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷനിൽ ഏത് മെത്തേഡാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ലംസം മെത്തേഡാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഇവിടെ ഷെയർ എക്സ്ചേഞ്ച് മെത്തേഡ്, നെറ്റ് അസറ്റ് മെത്തേഡ്, അതേപോലെ തന്നെ നെറ്റ് പേയ്മെന്റ് മെത്തേഡ് എല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് PSC എക്സാമിന്, അതായത് കൊമേഴ്സിന്റെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. തന്നിട്ടുള്ള ക്വസ്റ്റ്യനകത്ത് ജനറൽ ഇൻഷുറൻസിന്റെ റവന്യൂ അക്കൗണ്ട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ക്ലെയിം ഇൻക്വയർഡ് ബട്ട് നോട്ട് റിപ്പോർട്ടഡ് ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ എമൗണ്ട് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലെയിം. ആൻഡ് സെക്കൻഡ്, the surveyor fee, legal and other expense shall be included in the claim cost. And claim includes management expenses but not specific claim settlement cost. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മറ്റുള്ള മൊഡ്യൂൾസിനെ അപേക്ഷിച്ച് പ്രോബ്ലം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവാണെങ്കിൽ പോലും വന്നിട്ടുള്ള ഏരിയാസ് അത്യാവശ്യം ബ്രോഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. പ്രത്യേകിച്ചും ഹോൾഡിംഗ് കമ്പനീസിന്റെ അക്കൗണ്ട്സിൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തന്നെ, അതേപോലെ തന്നെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എൻറ്റയർലി ചെക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ ഓരോ ഇൻഡിവിജ്വൽ ഐറ്റത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആവശ്യമായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്, ഗുഡ്വില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെന്റ്സ്, അതേപോലെ റിസർവ് ആൻഡ് സർപ്ലസ്, ഇതിലെല്ലാം തന്നെ സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. അപ്പോൾ എൻറ്റയർ ഈ ഒരു മൊഡ്യൂൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും പ്രോബ്ലം ഏരിയാസ് മാത്രം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു 10 days കോൺട്രിബ്യൂട്ട് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് മൊഡ്യൂൾ 10 ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ എൻറ്റയർ സിലബസിലും പ്രോബ്ലം ഉൾപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇല്ല എങ്കിൽ പോലും ലിവറേജ്, അതേപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസുമായി ബന്ധപ്പെട്ടിട്ടും ഇതിലെല്ലാം തന്നെ ഒരു പ്രോബ്ലം ടച്ച് നിലനിൽക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, അതേപോലെ തന്നെ
കോസ്റ്റ് ഓഫ് പ്രിഫറൻസ്, പ്രിഫറൻസ് ഷെയർ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് റീറ്റേൺ എർണിങ്സ്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇതിനെല്ലാം തന്നെ ഡിഫറെന്റ് ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രോബ്ലം ആസ്പെക്റ്റിൽ നിരവധി ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നിങ്ങൾ പഠിക്കുക. ദെൻ അടുത്തതായിട്ട് EBIT TPS അനാലിസിസ് ആണ്. ഏർണിംഗ് പെർ ഷെയറിന്റെ കാൽക്കുലേഷൻസ്, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതേപോലെ തന്നെ ലിവറേജ്, ഓപ്പറേറ്റിംഗ്, കമ്പൈൻ, ഫിനാൻഷ്യൽ ലിവറേജ്, ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള കൊമേഴ്സിന്റെ കോമ്പറ്റേറ്റീവ് എക്സാംസ്, അതായത് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എക്സാംസിലൊക്കെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്നും ഡിവിഡൻഡ് ഡിസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞിട്ടുള്ള ഓരോ മോഡലിലും എന്താണ് പറഞ്ഞതെന്നുള്ളത് തിയറി മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതിന്റെ പ്രോബ്ലംസ് കൂടി നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇപ്പോൾ വോൾട്ടേഴ്സ് മോഡൽ, ഗോർഡൻ മോഡൽ, അപ്രോച്ച് ടു ഡിവിഡൻഡ്, ഇതിലെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള മോഡൽസ്, അതിന്റെ അസംഷൻസും ഒക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ടുള്ള കാൽക്കുലേഷൻസും ഇപ്പോൾ എക്സാംസിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് വർക്കിംഗ് ക്യാപിറ്റലിന് നമുക്ക് ഈ പറയുന്ന പോലെ പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാം. ക്യാഷ് മാനേജ്മെന്റ് ആൻഡ് ഡെപ്റ്റേഴ്സ് മാനേജ്മെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്സുകൾ, ഇതിലെല്ലാം തന്നെ ഒരു പ്രോബ്ലം ടച്ച് വരുന്നുണ്ട്. ദെൻ പ്യുവർലി പ്രോബ്ലമായിട്ട് വരാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽസ്, അതിനായിട്ട് ഉപയോഗിക്കുന്ന പേ ബാക്ക് പീരീഡ്, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്, അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് ഡിസ്കൗണ്ട്, നെറ്റ് പ്രസന്റ് വാല്യൂ, ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഈ ഒരു ഏരിയാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ആയിട്ട് വരുന്നില്ല, പക്ഷെ അതിന്റെ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെറ്റ് പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എങ്ങനെയാണ്, അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് മെത്തേഡ് ഓഫ് അസസിംഗ് റിസ്കില് ഈ പറഞ്ഞിട്ടുള്ള റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് മെത്തേഡ്, അതേപോലെ തന്നെ സെർട്ടനിറ്റി ഇക്വലന്റ് മെത്തേഡ്, പ്രോബബിലിറ്റി അനാലിസിസ്, ഡിസിഷൻ ട്രീ അനാലിസിസും, അതേപോലെ സെൻസിറ്റിവിറ്റി അനാലിസിസിലൊക്കെ തന്നെ ഇതിന്റെ എല്ലാം ഒരു പ്രാക്ടിക്കൽ സൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ലീസ് ഫിനാൻസിങ് ഓൾസോ, അതേപോലെ തന്നെ റേഷ്യോ അനാലിസിസ്. റേഷ്യോ എന്ന് പറയുമ്പോൾ ഇവിടെ ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി, പ്രൊഡക്ടിവിറ്റി, ലിവറേജ് റേഷ്യോസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ റേഷ്യോ അനാലിസിസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാംസിനും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ മൊഡ്യൂൾ 10 ഫിനാൻഷ്യൽ മാനേജ്മെന്റിനായിട്ട് നിങ്ങൾ മിനിമം ഒരു 10 days എങ്കിലും മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറയുന്നത് കൊമേഴ്സിന്റെ ടീച്ചിങ് എക്സാംസിനും അതേപോലെ തന്നെ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് എക്സാംസിനും PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ഒരു സൂചനകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രോബ്ലം ഏരിയാസിന് നല്ല പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കണം. അപ്പൊ ഇവിടെ ദ റേഷ്യോ ഓഫ് പ്രസന്റ് വാല്യൂ ഓഫ് പ്രോജക്ട് ഫ്യൂച്ചർ നെറ്റ് ക്യാഷ് ഫ്ലോ ടു ദി പ്രോജക്ട് ഇനിഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ ഈസ് കോൾഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിന്റെ കാൽക്കുലേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 1.14 ആണ്. ദെൻ അതുപോലെ തന്നെ പുതിയ ടോപ്പിക്സ് എന്ന് നമുക്ക് തോന്നുന്ന ചില ഏരിയാസ് ആണ് ഈ ഡിസിഷൻ ട്രീ, സെൻസിറ്റിവിറ്റി അനാലിസിസ്, മോണ്ടി കാർലോ സിമുലേഷൻ തുടങ്ങിയിട്ടുള്ളവ. അപ്പൊ അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ തന്നിട്ടുള്ളത് ഡാഷ് ഇസ് എ ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രസന്റ് ഡിസിഷൻ ആൻഡ് പോസിബിൾ ഫ്യൂച്ചർ ഈവന്റ്, ഫ്യൂച്ചർ ഡിസിഷൻ ആൻഡ് ദെയർ കോൺസിക്വൻസസ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡിസിഷൻ ട്രീ ആണ്. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഇതും PSC എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. What would be the market price of next year dividend 20%, require the rate of return 10% and growth rate 15% as per the constant growth model. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ഡിവിഡൻഡ് മോഡൽസ് ഉണ്ട്. അതിലെ കോൺസ്റ്റന്റ് ഗ്രോത്ത് മോഡൽ അല്ലെങ്കിൽ ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ ഉപയോഗിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് ഈ തന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമുക്ക് ഈ എക്സാംസിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പ്രോബ്ലം അതേപോലെ തന്നെ തിയറി രണ്ടും സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. അതായത് ഏതിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് അതൊക്കെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഡിസിഷൻ ആണ്. നിങ്ങൾക്ക് കൂടുതലും പ്രോബ്ലം ഏരിയാസ് കവർ ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയാസ്, തിയറി ഏരിയാസ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ബിക്കോസ് ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്കപ്പോൾ ആൻസർ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഈ ഒരു സ്റ്റഡി പ്ലാനില്ല പ്രധാനമായിട്ടും നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്
റീസെന്റ് ആൻഡ് പ്രീവിയസ് ഇയർ കോമ്പറ്റേറ്റീവ് എക്സാംസിന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് സോർട്ട് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് മൊഡ്യൂൾ 5 കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും, അതേപോലെ തന്നെ മൊഡ്യൂൾ 6 കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിങ്ങിൽ നിന്നും, അതേപോലെ തന്നെ നമ്മുടെ മൊഡ്യൂൾ 10 ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്നും ഒക്കെ തന്നെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാനറിൽ നിങ്ങൾ ലാസ്റ്റ് 10 ഡേയ്സ് പഠിച്ചിട്ടുള്ള എല്ലാ ഏരിയാസും ഒന്ന് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് അനാലിസിസ്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്, കമ്പ്യൂട്ടേഷൻ ഓഫ് PV റേഷ്യോ ആൻഡ് ബ്രേക്ക് ഈവൻ പോയിന്റ് പ്രൈസിങ്, എലമെന്റ്സ് ഓഫ് കോസ്റ്റിലെ മെറ്റീരിയൽ ലേബർ ഓവർഹെഡ് ആൻഡ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്, ഇൻഷുറൻസ് ക്ലെയിം, ഡിവിഡൻഡ് ഡിസിഷൻ, ദാറ്റ് മീൻസ് വോൾട്ടർ, ഗോർഡൻ ആൻഡ് എംബർ ഓഫ് അപ്രോച്ച് ടു ഡിവിഡൻഡ്, ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ആയിട്ടുള്ള പേബാക്ക് പീരീഡ്, ഡിസ്കൗണ്ടഡ് പേബാക്ക് പീരീഡ്, അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ആൻഡ് നെറ്റ് പ്രസന്റ് വാല്യൂ, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. അപ്പോൾ അതേപോലെ തന്നെ റേഷ്യോ ഫോർ അസസിംഗ് ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി, പ്രൊഡക്ടിവിറ്റി ആൻഡ് ലിവറേജ്. അപ്പോൾ ഇത്രയുമാണ് ഇപ്പോൾ റീസെന്റ് ആൻഡ് പ്രീവിയസ് ഇയർ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ പ്രോബ്ലം ഏരിയയിൽ നിന്നും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ തന്നെ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു 10 ഡേയ്സ് എങ്കിലും മിനിമം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിച്ചു പോവുക. ഇനിയും പഠിച്ചിട്ടില്ലാത്തവർ ഈ ഒരു സ്റ്റഡി പ്ലാനർ വീഡിയോസ് ഉപയോഗിച്ച് നിങ്ങളുടെ പഠനം പുനരാരംഭിക്കുക. ഓൾ ദി ബെസ്റ്റ്. മൊഡ്യൂൾ 1 റിസർച്ച് മെത്തഡോളജി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഈ ഒരു റിസർച്ച് മെത്തഡോളജി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തിയറി കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂൾ തന്നെയാണ്. പക്ഷെ ചില തവണകളിൽ അതിൽ നിന്നും വിപരീതമായിട്ട് 1-2 ക്വസ്റ്റ്യൻസ് പ്രോബ്ലമാറ്റിക് ഏരിയാസിൽ നിന്ന് വരാറുണ്ട്. ആ 1-2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ വളരെ റിയലി കൺഫ്യൂസിങ് ആയിട്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ആ ഏരിയയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത്. അതായത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്, ആ ഒരു ഏരിയയിൽ നിന്നാണ് നമുക്ക് പ്രോബ്ലംസ് അധികവും വരുന്നത്. അതായത് നമ്മുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതുപോലെ ഡിസ്പേർഷൻ അല്ലെ. സെൻട്രൽ ടെൻഡൻസിയിൽ മീൻ, മീഡിയൻ, മോഡ്, അതുപോലെ തന്നെ ഡിസ്പേർഷനകത്ത് നമുക്ക് വരുന്നത് മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റേഞ്ച്, കോറിലേഷൻ തന്നെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ കോൾ പിയേഴ്സൺസിന്റെ മെത്തേഡ് ഉണ്ട്. അപ്പൊ കോറിലേഷനും അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, പിന്നെ റിഗ്രഷൻ, നമ്മുടെ റിഗ്രഷൻ ഇൻ 1 വേരിയബിൾ 2 വേരിയബിൾ അങ്ങനെ നമുക്ക് ചോദിക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ടി ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതികൾ, അങ്ങനെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും പ്രോബ്ലംസ് നമുക്ക് വരാം. അതിനോടൊപ്പം തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷന് തന്നെ സാമ്പിൾ സൈസ് തന്നിട്ടുള്ള പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഈ ഒരു ഏരിയയിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ഏരിയാസിൽ നിന്നും വന്ന് കണ്ടിട്ടുണ്ട്. അത് തുടർച്ചയായിട്ട് എല്ലാ വർഷങ്ങളിലും ഇതിനു മുന്നേ നടന്ന PSC എക്സാംസിൽ നമ്മൾ ഈ ലെക്ചർ പോസ്റ്റ്, അതുപോലെ ഈ ഹയർ സെക്കൻഡറി ടീച്ചർ പോസ്റ്റ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് തുടർച്ചയായിട്ട് നമ്മൾ കാണുന്നില്ലെങ്കിലും ചില വർഷങ്ങളിൽ നിന്നും 1-2-3 പ്രോബ്ലംസ് കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ, നമ്മളൊരു HST എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രോബ്ലമാറ്റിക് ഏരിയാസും കൂടെ പ്രിപ്പയർ ചെയ്ത് വേണം പോകാനായിട്ട്. കാരണം എന്ത് വന്നാലും നമ്മൾ നേരിടും എന്നുള്ള ധൈര്യത്തോടു കൂടി വേണം നമ്മൾ പോകാനായിട്ട്. അപ്പം നമ്മൾ ഈ പ്രോബ്ലംസ് കൂടെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പം ഈ ഒരു പ്രോബ്ലംസ് ഓരോ പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ നമ്മുടെ ഡിഗ്രി ടെസ്റ്റ്, PG ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റുകളിൽ നിന്നും നമ്മൾ ബേസ് ലെവലിലുള്ള പ്രോബ്ലം തൊട്ട് അഡ്വാൻസ് ലെവലിലുള്ള പ്രോബ്ലംസ് വരെ നമ്മൾ ഈ ഏരിയയിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 10 ദിവസമൊക്കെ ഇതിനു വേണ്ടി തന്നെ മാത്രം മതിയാവും. അതിനുശേഷം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. ഓക്കെ, 10 ദിവസം നമ്മൾ ബേസ് ഡിഗ്രി ലെവൽ, PG ലെവൽ ടെക്സ്റ്റുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു. 10 ദിവസം നമ്മൾ അതിനു വേണ്ടി എടുക്കുന്നു. ബാക്കി 5 ദിവസം നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. ഇതിന് മുന്നേ വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ പഠിക്കാൻ 10 ദിവസം, നമുക്ക് റിവൈസ് ചെയ്യാൻ 5 ദിവസം. അപ്പോൾ 15 ദിവസം ആകുമ്പോൾ നമുക്ക് റിസർച്ച് മെത്തഡോളജിയിലെ പ്രോബ്ലമാറ്റിക് ഏരിയാസ്, നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പ്രോബ്ലത്തിലാക്കുന്ന പ്രോബ്ലത്തിനെ നമുക്ക് നേരിടാനായിട്ട് മൊഡ്യൂൾ 1 നമുക്ക് നീക്കി വെക്കേണ്ടത് ആകെ 15 ദിവസം മാത്രമാണ്. ഓക്കെ,
അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ഈ റിസർച്ച് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് സ്റ്റാറ്റിസ്റ്റിക് ഏരിയയിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ തവണ പല എക്സാമിനും PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്താം. അതായത് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് തന്നിട്ടുള്ളത് സാമ്പിൾ സൈസ് തന്നിട്ടുണ്ട്. 2 സാമ്പിളുകളാണ് 13, 20യും. അവരുടെ മീനുകൾ തന്നിട്ടുണ്ട് 55ഉം 60യും. അതുപോലെ തന്നെ നമുക്ക് വേരിയൻസ് തന്നിട്ടുണ്ട് 16ഉം 25ഉം. അപ്പം നമ്മൾ കമ്പൈൻഡ് സാമ്പിൾ ആയിട്ടുള്ള 30 + 20 50യുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കണ്ടെത്തുന്നത്. നമുക്ക് ഫോർമുല യൂസ് ചെയ്ത് സിമ്പിളായിട്ട് ചെയ്യാം. ഞാൻ എക്സ്പ്ലനേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് ജസ്റ്റ് ഈ 30 × 16, അതായത് n ഇൻറ്റു ഫസ്റ്റ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്ലസ് 20 ഇൻറ്റു രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ 30 + 20. ആ മീൻ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് അങ്ങനെ ഒരു ഫോർമുല യൂസ് ചെയ്ത് ഇതിൻ്റെ ആൻസർ വർക്കൗട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു പ്രോബ്ലം എന്നും പറയാം, നമുക്ക് ഫോർമുലാസ് എന്നും പറയാം. അങ്ങനെ ഒരു രീതിയിലൊരു റിലേഷൻഷിപ്പാണ് ചോദിച്ചിട്ടുള്ളത്. ആ റിലേഷൻഷിപ്പും നമ്മൾ പലപ്പോഴും ഇക്വേഷൻ സോൾവ് ചെയ്തൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കേണ്ട ഒരു ഫോർമുലയാണ്. അപ്പം അതും ഞാനൊരു പ്രോബ്ലമാറ്റിക് ഏരിയ എന്ന് പറയുന്ന ഒരു പാർട്ടിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടി വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ബേസ് ലെവലിൽ മുതലുള്ള കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റാങ്ക് കോറിലേഷൻ മെത്തേഡ്, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ് 1 - 6 സിഗ്മ d² / n എന്ന് പറയുന്ന നമ്മുടെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെയും ആൻസർ കണ്ടെത്തിയിരിക്കുന്നത്. ഇതൊക്കെ ഇതിൻ്റെ ആൻസർ ഞാൻ ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എളുപ്പം നമുക്ക് കിട്ടാവുന്നതാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം നമുക്ക് ഈ 15 ദിവസം തന്നെ ധാരാളമാണ്. 10 ദിവസം പഠിക്കാനും 5 ദിവസം റിവിഷനും. ഓക്കെ, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ഫോർമുല സഹിതം കൊടുക്കുന്നുണ്ട്. സാമ്പിൾ സൈസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കമ്പൈൻഡ് സാമ്പിൾ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അതുപോലെ നമ്മളിത് റിലേഷൻഷിപ്പ് പഠിച്ചിട്ടുള്ളതാണ്. അതായത് നമുക്ക് മോഡറേറ്റ്ലി സ്ക്യൂഡ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ, അതുപോലെ തന്നെ സിമെട്രിക്കൽ കർവ് ആണെങ്കിൽ എങ്ങനെയാണ് റിലേഷൻ, പോസിറ്റീവ്ലി സ്ക്യൂസ്ഡ് ആണെങ്കിൽ എങ്ങനെയാണ് റിലേഷൻ, നെഗറ്റീവ്ലി സ്ക്യൂസ്ഡ് ആണ് എങ്ങനെയാണ് റിലേഷൻ. അപ്പോൾ ഇത് ജനറലി നമ്മൾ പഠിച്ചു വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മീൻ മൈനസ് മോഡ് ഇക്വൽ ടു 3 മീഡിയൻ 3 മീൻ എന്നാണ്. അപ്പം അതിൽ നിന്നാണ് നമ്മൾ ഇങ്ങനൊരു ഇക്വേഷനിലോട്ട് ഫോം ചെയ്യുന്നത്. 3 മീഡിയൻ ഇക്വൽ ടു മോഡ് പ്ലസ് 2 മീൻ. ഓക്കെ, അപ്പം നമുക്ക് അതിൽ നിന്ന് ഈ ഒരു ഡെറിവേഷനിൽ നിന്ന്, അതായത് കോൾ പിയേഴ്സൺസിൻ്റെ മോഡ് ഫോർമുല ആയിട്ടുള്ള മീൻ മൈനസ് മീഡിയൻ ഇസ് ഇക്വൽ ടു 1/3 മൈനസ് മീൻ മൈനസ് മോഡ്, ഈ ഒരു ഡെറിവേഷനിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ ആൻസറിലോട്ട് എത്തുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. നമ്മൾ ഇതുപോലുള്ള റിലേഷൻഷിപ്പുകൾ പഠിക്കാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഫോർമുലാസ് പഠിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് QT ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമുക്ക് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ് വർക്കൗട്ട് ചെയ്യുന്നത്. നമുക്ക് ഡീവിയേഷൻസ് തന്നിട്ടുണ്ട്, റാങ്ക് ഡിഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു, n തന്നിട്ടുണ്ട്. അപ്പോൾ ഈസിലി നമുക്ക് ഈ ഫോർമുലയ്ക്കകത്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ആയിട്ടുള്ള 0.75 എന്നുള്ള റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് മൊഡ്യൂൾ 3 പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അപ്പം ആ ഒരു മൊഡ്യൂളിലും നമുക്ക് വേണ്ടത് 15 ദിവസമാണ്. അപ്പോൾ അതിനകത്തും തിയറീസ് ഒരുപാട് ഉൾപ്പെടുന്നുണ്ട്. തിയറി പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. പക്ഷെ അതുപോലെ തന്നെ കുറച്ച് പ്രോബ്ലമാറ്റിക് ഏരിയാസ് ഉണ്ട്. അതായത് നമ്മുടെ CAPM ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലിൽ നമ്മൾ നമ്മുടെ ബീറ്റ സിസ്റ്റമാറ്റിക് റിസ്ക് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അതുപോലെ മാർക്കറ്റ് റിട്ടേൺ കണ്ടുപിടിക്കാൻ ചോദിക്കാം. പിന്നെ നമ്മുടെ ഷാർപ്പ് സിംഗിൾ ഇൻഡെക്സ് മോഡലിനകത്തുള്ള പ്രോബ്ലംസ്, ആൽഫ, ദെൻ അതുപോലെ തന്നെ ഷാർപ്പ് റിവാർഡ് ടു വേരിയബിലിറ്റി റേഷ്യോ, ട്രെയിനർ റിവാർഡ് ടു വോളറ്റാലിറ്റി റേഷ്യോ, ജെനിസൺസ് പെർഫോമൻസ് ഇൻഡെക്സ്, അപ്പോൾ തുടങ്ങിയ കുറച്ച് റേഷ്യോസും കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൂടെ പഠിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് 100% ഏത് ചോദ്യം വന്നാലും എഴുതാം എന്നുള്ള കോൺഫിഡൻസോട് കൂടി നമുക്ക് എക്സാമിന് പോവാം. അപ്പം അതാണ് ഇവിടെ ഈ ഒരു ഇതിനകത്ത് നിന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന പ്രോബ്ലമാറ്റിക് ഏരിയാസ്. അപ്പം നിങ്ങൾ ഇതുപോലെ 10 ദിവസം എടുത്ത് ഓരോ റേഷ്യോസും പഠിക്കുക, ബേസ് ലെവലിൽ നിന്ന് പഠിച്ചു വരിക. 5 ദിവസം എടുത്ത് PYQ എടുത്ത് അതിനെ അനാലിസിസ് ചെയ്ത് അതിനെ റിവൈസ് ചെയ്യുക. ഓക്കെ.
നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബീറ്റാസ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു സിസ്റ്റമാറ്റിക് റിസ്ക് കണ്ടുപിടിക്കാനുള്ള. അപ്പം നമ്മുടെ മാർക്കറ്റ് റിട്ടേൺ തന്നിട്ടുണ്ട്, അഗ്രസീവ് സ്റ്റോക്കിൻ്റെയും ഡിഫെൻസീവ് സ്റ്റോക്കിൻ്റെയും. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ് നമുക്ക് ഒന്നാമത്തെ ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ടൈം എടുത്ത് കണ്ടുപിടിക്കേണ്ടതല്ല. അപ്പം നമുക്ക് കുറച്ച് ഫോർമുലാസ് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു അല്ലേ. നമ്മൾ മാർക്കറ്റ് റിട്ടേൺ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് എക്സ്പെക്റ്റഡ് റിട്ടേൺ മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതിയാവും അല്ലേ. അപ്പോൾ രണ്ട് സ്റ്റോക്കിൻ്റെയും ബീറ്റാസ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ CAPMൻ്റെ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലിൻ്റെ പ്രോബ്ലം ആണിത്. ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് ഈസി വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് സാധാരണയായിട്ട് ഈ പോർട്ട്ഫോളിയോ എന്ന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇവിടെ നമുക്ക് മാർക്കറ്റ് റിട്ടേൺ കണ്ടുപിടിക്കാനുള്ള ചോദ്യം, സിസ്റ്റമാറ്റിക് റിസ്ക്, എക്സ്പെക്റ്റഡ് റിട്ടേൺ തന്നിട്ടുണ്ട്, റിസ്ക് ഫ്രീ റിട്ടേൺ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോർമുലയിൽ കൊടുത്താൽ മതിയാവും നമുക്ക് കണ്ടെത്താനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് RM ആണ്. RFും ബീറ്റയും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. മാർക്കറ്റ് റിട്ടേൺ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഈസിലി ഫോർമുല കൊടുത്താൽ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഇതിനകത്ത് നിന്ന് പ്രോബ്ലം കണ്ടുവരുന്നത് ഇൻകം ടാക്സ് ഏരിയ നിന്നാണ്. ഇൻകം ടാക്സ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് അധിക സമയം വേണം. കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും പ്രോബ്ലം ചോദിക്കാം. പക്ഷെ പൊതുവേ കണ്ടുവരുന്നത് സാലറി, HRA പോലുള്ള പ്രോബ്ലം ആണെങ്കിൽ കൂടിയും നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം പഠിച്ചു വരണം. അപ്പോൾ നമ്മൾ 5 ഹെഡ് ഓഫ് ഇൻകത്തിൽ നിന്ന് ബേസ് തൊട്ട് പഠിക്കുന്ന സമയത്ത് ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്, അങ്ങനെ 5 ഹെഡും പഠിച്ചു വരിക. പിന്നെ അതിനകത്ത് തന്നെ നമുക്ക് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് വളരെയധികം സമയം വേണ്ടി വരും പഠിക്കാനായിട്ട്. അപ്പോൾ അത് പഠിച്ച് വന്ന് പിന്നെ അതിൻ്റെ PYQs, പ്രോബ്ലംസ് ഉള്ള PYQs, ടാക്സിൽ നിന്ന് പ്രോബ്ലംസ് ഉള്ളത് വളരെ കുറവാണ്. എങ്കിലും നിങ്ങൾക്ക് നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്യാം. കാരണം അത്രയും നമുക്ക് കോൺഫിഡൻ്റ് ആവും. കാരണം എവിടെ നിന്ന് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നെറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും കൂടുതൽ ആശ്രയിക്കാൻ പറ്റുന്നത്. കാരണം PSCയിൽ അധികം പ്രോബ്ലംസ് ടാക്സിൻ്റെതെന്നും പറഞ്ഞ് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ടാക്സിൽ NVT കൊമേഴ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇത് അത്യാവശ്യം വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇതൊരു ഇൻകം ഫ്രം സാലറിയുടെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇതിൽ ഒട്ടുമിക്ക അലവൻസുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അത്രത്തോളം അലവൻസും അതുപോലെ തന്നെ പ്രൊഫഷണൽ ടാക്സിലും ഒക്കെ നമ്മൾ അത്രത്തോളം വെൽ വേഴ്സ്ഡ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരെണ്ണം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഇതിൽ തന്നെ നമുക്കറിയാം ഒരു സാലറി പാക്കേജിൻ്റെ കാര്യം പറയുന്നുണ്ട്. ബേസിക് സാലറി എന്ന് പറയുന്നുണ്ട്, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് പറയുന്നുണ്ട്, ഗ്രാറ്റുവിറ്റി പറയുന്നുണ്ട്, മെഡിക്കൽ എക്സ്പെൻസ് റീംബേഴ്സ്മെൻറ്റ് പറയുന്നുണ്ട്, HRA പറയുന്നുണ്ട്, സ്പെഷ്യൽ അലവൻസ്, പിന്നെ പ്രൊഫഷണൽ ടാക്സ്, ഹൗസ് റെൻ്റ് ഒക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് ഹൗസ് റെൻ്റ്, HRA നമ്മൾ കാൽക്കുലേഷൻ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കേണ്ടതുണ്ട് അല്ലേ. അതായത് നമുക്ക് ആക്ച്വൽ HRA ആണോ അതോ നമ്മുടെ ആക്ച്വൽ നമ്മൾ പേ ചെയ്യുന്ന റെൻറ്റ് മൈനസ് 10% ഓഫ് ദി ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ് ആണോ, അതോ മെട്രോ സിറ്റീസിലാണെങ്കിൽ 50% ഓഫ് ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ് ആണോ, നോൺ മെട്രോ സിറ്റീസ് ആണെങ്കിൽ 40% പ്ലസ് ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ് ആണോ. അപ്പോൾ ഇങ്ങനെ ഒരു 3 കണ്ടീഷൻ നമ്മൾ നോക്കും. അതിൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എടുത്തിട്ട് നമ്മൾ HRA ആയിട്ട് സബ്ട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ എക്സെൻറ്റഡ് HRA കണ്ടെത്തുന്നത്. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ തന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് പഠിക്കാനുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ബേസിക് സാലറി, ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് എത്രയാണ്, റീഇംബേഴ്സ്മെൻറ്റ്, ഇതെല്ലാം നമ്മൾ ഓരോന്നോരോന്നായിട്ട് എഴുതി അതിൽ നിന്ന് പ്രൊഫഷണൽ ടാക്സ് കുറച്ച് എഴുതി നമ്മൾ ഫൈനൽ 4,82,600 എന്ന് പറയുന്ന ആൻസറിൽ എത്തണമെങ്കിൽ ഒരാൾ നല്ല ഭംഗിയായിട്ട് ഇൻകം ഫ്രം സാലറി പഠിച്ചിരിക്കണം. ഓരോ ഹെഡും നമ്മൾ പഠിക്കാനായിട്ട് ഒരു 5 ഹെഡ് ഉണ്ടെങ്കിൽ നമ്മളതിന് ഓരോ 4 ദിവസമെങ്കിലും ഓരോ ഹെഡിനും വേണ്ടി മാറ്റി വയ്ക്കുക. ഓക്കെ, അങ്ങനെ 20 ദിവസം എടുത്താലേ നമുക്ക് അത്ര മനോഹരമായിട്ട് പഠിക്കാൻ പറ്റും. ഈ 4 ദിവസം ഓരോ ഹെഡിനും മാറ്റി വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ടാക്സിൽ നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതൊക്കെ അപ്പം തന്നെ റിവൈസ് ചെയ്ത് പോവാം. പിന്നെ ലാസ്റ്റത്തേക്ക് നിൽക്കേണ്ട, കാരണം നമുക്ക് അത്രത്തോളം ടാക്സിനകത്ത് പഠിക്കാനുണ്ട്.
അപ്പോൾ ടാക്സ് പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഈ 5 ഹെഡ് ഓഫ് ഇൻകത്തിന്റെ പ്രോബ്ലംസ് മറന്നു പോകാനായിട്ട് പാടില്ല. എനിവേ നമ്മൾ ഇത്രയും മൊഡ്യൂളുകൾ, എനിക്ക് തോന്നുന്നു ഒരു 6 മൊഡ്യൂളുകളും പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയാസും പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ പ്രോബ്ലമാറ്റിക്, അത് നമ്മൾ 10 മൊഡ്യൂളുകളിൽ ഈ 6 മൊഡ്യൂളുകളിൽ നമുക്ക് പ്രോബ്ലംസ് വരുന്നുണ്ട്. പ്രോബ്ലത്തിന് ഈക്വൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. കാരണം ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം ചിലപ്പോൾ പ്രോബ്ലംസ് മാത്രമാകാം, ചിലപ്പോൾ തിയറി മാത്രമാകാം, അല്ലെങ്കിൽ പ്രോബ്ലം പ്ലസ് തിയറി ആകാം. അപ്പോൾ നമുക്കൊരു ഉറപ്പുമില്ല ഇതിൽ നിന്ന് എവിടെ നിന്ന് ചോദിക്കാം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ഇടുന്ന എക്സാമിനറിൻ്റെ കയ്യിലാണ്. നമുക്ക് മാക്സിമം നമ്മുടെ പാർട്ട്, നമ്മുടെ മനോഹരമായിട്ട് ഭംഗിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ തന്ന സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾ ആ ഒരു ഏരിയാസ് ഭംഗിയായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേടിയും കൂടാതെ എക്സാമിന് പോയിരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ പഠിക്കാനായിട്ട് ഇത്രയും ദിവസമൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരും. പല കാര്യങ്ങളും നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. പലതും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. നമ്മൾ ഒരുപാട് വീർപ്പുമുട്ടലുകൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരും. അങ്ങനെ ഒരുപാട് സ്ട്രഗിളുകൾ നമ്മുടെ മുന്നിലേക്ക് വരും. അപ്പോൾ ഈ സ്ട്രഗിളൊക്കെ നമ്മൾ ഓവർകം ചെയ്യുക, മാക്സിമം പേഷ്യൻസ് എടുത്ത് നമ്മൾ ഓവർകം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ ഇനി നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സ്ട്രഗിളുകളൊക്കെ നമുക്ക് അതിനൊക്കെ നേരിടാനുള്ള ഒരു കറേജ് നമുക്ക് കിട്ടും. അതിനോടൊപ്പം നമുക്ക് നല്ലൊരു ബെറ്റർ ടുമാറോ ഉണ്ടാവും, അല്ലേ? ഇന്നത്തെ സ്ട്രഗിളിന് നാളെ ഒരു നല്ലൊരു നാളേക്കായി വേണ്ടിയിട്ടാണെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ പഠിത്തം ഒരിക്കലും പാതി വഴി വെച്ച് നിർത്താതെ, ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകണം. അപ്പോൾ എനിവേ, താങ്ക് യു ഫോർ ലിസണിങ് ദ സെഷൻ. ഓക്കെ.